അതൊക്കെ അറിഞ്ഞോ കേട്ടോ. ഔട്ടായ ബാറ്റിനിക്കാണ്. കല്യാണത്തിന് പോകണമെന്ന് വിചാരം, മരണത്തിനാ മുഹൂർത്തത്തിന് മുമ്പ് എവിടെ എത്തണം? വെയിലത്ത് നടന്ന് കളിക്കരുത്. കുറച്ച് അങ്ങോട്ട് പോന്നി ചോറ് മേശപ്പുറത്തിരിക്കേണ്ട എടുത്ത് കഴിച്ചു. അവര് കഴിച്ചോളൂ, അങ്ങക്കൊന്നും അറിഞ്ഞൂടല്ലേ. വായി നിക്കോ അവര്, നമ്മള് പോയാലും അവർക്ക് സമാധാനം. ഞങ്ങൾ ഓട്ടോയിലാ പോണേ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വൈഫായിട്ട് എന്റെ വണ്ടിക്കാ പോകുന്ന. അവര് ഓട്ടോയിൽ പോവാ. ഓട്ടോയുടെ കാശ് ആരാ കൊടുക്കുന്നത്? ഓട്ടോയുടെ കാശൊക്കെ കൊടുക്കാം. അതും എന്റെ തലയിലാവും. നീ വന്നേ, നീ ഇന്ന് അവിടെ സ്റ്റേഷനിൽ ഐജിയുടെ വിസിറ്റുള്ള കേറി. മോശമല്ലേ അവരങ്ങനെ വിടുന്നത്? നല്ല വെയിലുണ്ട്, അവള് കറുത്തു. ഞാനവരെ കൂടി പോട്ടെ. നീ പോണ്ട, എവിടെയും പോണ്ട. എടി നിനക്ക് പോണോന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് എന്റെ ഈ വണ്ടി കയറി. കുഴപ്പമില്ല, അവർക്ക് പ്രശ്നമില്ല, അവൾക്കാ പ്രശ്നം. ഞങ്ങള് ഓട്ടോയ്ക്ക് വന്നോളാം. അവക്ക് നടുവേദനയൊക്കെ ഈ സ്കൂട്ടറിൽ ഇരുന്ന് ഇങ്ങനെ കുലുങ്ങി പോവാം. ആ നടുവേദന ഞാൻ മരുന്ന് വാങ്ങിച്ചു കൊടുത്തോളാം. എന്ത് മോശം കാണിക്കുന്നത്. നീ കേരളി പോത്തെ വെറുതെ മര്യാദക്ക് സംസാരിക്കൂല. ഞാൻ കേറട്ടെ. ആ രാജാ കേറ്. വേറെ ആരും സ്കൂട്ടർ കണ്ടിട്ടില്ലല്ലോ. അവന്റെ വിചാരം അതെന്റെ അപ്പച്ചന്റെ സ്കൂട്ടറാ. എനിക്കറിയാമാണെങ്കിൽ അതിവിടെ പിടിച്ചു വെക്കാനൊക്കെ. നമ്മൾ പറഞ്ഞതിന് മുമ്പ് അവളെ കൊണ്ട് അവൻ എങ്ങും പോണ്ട. നമ്മളെ കൂടെ അവൾ ഇത്തിരി സന്തോഷത്തോടെ കറങ്ങാൻ ഇറങ്ങിയപ്പോൾ അവന് സഹിക്കുന്നില്ല. നമുക്ക് ഇതൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അവരെത്തണതിന് മുന്നേ എത്തണം. നമുക്ക് നടരാജൻ വണ്ടി ഉണ്ടല്ലോ, കുഴപ്പമില്ല. വാ. തിരുവനന്തപുരത്തല്ല അങ്ങനെ, ഇവിടെ അങ്ങനെ ഞാൻ കളിക്കാനില്ല. എന്താ കാറ്റത്തെ സ്റ്റമ്പ് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് കാറ്റത്തെ സ്റ്റമ്പ് വീഴല്ലേ? കള്ളപ്പറക്ക് കളിക്കണ്ട. ആരാഞ്ഞ് ബാറ്റ് കളിച്ച് അവർക്ക് എടാ നീ വലിയ ചക്കനല്ലടാ. ഈ കുട്ടികളുടെ കൂടെ വെറുതെ വാശി പിടിച്ച് കളിക്കുക. അവരുടെ കൂടെ അവരുടെ ഇഷ്ടത്തിനല്ലേ കളിക്കുക. ബാറ്റ് കൊടുക്കാണ്ട് അതെ. അവനവന്റെ തന്ത്ര സ്വഭാവ. അവന്റെ കൂടെ നിങ്ങളല്ലാണ്ട് കളിക്കാൻ നിൽക്കുക. വാ നമുക്ക് വേറെ കളി കളിക്കാം. അവനെ കൂട്ടണ്ട. ഇത് ചക്കനടാ അത്. നടക്കാട് നമുക്ക് വേറെ നല്ല കളി കളിക്കാൻ. നോക്കണം, നോട്ടം കണ്ടോ ഉണ്ടാക്കണ അവിടെ ഒന്നാമത് നിങ്ങളെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ ചെക്കന്റെ കൂടെ ഈ ആണുങ്ങൾ കളിക്കുന്ന കളി കളിക്കുക. നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കളിയുണ്ട്? കളിക്കായിരുന്നു. ഇവള് എന്റെ അടുത്ത് പറഞ്ഞു, വാ തക്കളി നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് എന്തിനു നിങ്ങൾ അത് കളിക്കണ്? പെൺകുട്ടികൾ കളിക്കണ എന്തൊക്കെ കളിയുണ്ട്. ഇങ്ങനെ കളൊക്കെ വരച്ചിട്ട് കാണാം. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ കുട്ടികൾ ഇങ്ങനെ വട്ട് ഒരു കഷ്ണം ഇട്ടിട്ട് അങ്ങനെ കളിയില്ലേ? ഇപ്പോഴത്തേർക്ക് ഇതൊന്നും അറിയില്ല. അല്ലല്ലല്ല അവിടെ നിക്ക്. എന്റെ അമ്മ പറഞ്ഞില്ല എന്നെ ചെറുപ്പം മുതലേ ഡാൻസ് കളിപ്പിച്ചിട്ടുണ്ട്. ഡാൻസ് പഠിക്കില്ലേ? എന്ത് അതല്ല, ഹിപ്പ് ഹോപ്പ് അല്ല, ഡാൻസ്. ഡാൻസിന്റെ പേരാണ് ഹിപ്പ് ഹോപ്പ്. ആ അതെ. അപ്പൂപ്പന്റെ കുട്ടി ആ ഡാൻസ് ഒന്ന് കളിച്ചാ അപ്പൂപ്പ കാണാം. അത് കളിക്ക്. ഇപ്പൊ പൊട്ടാമസ് കളിക്കാം അല്ലേ? ഇവള് പറഞ്ഞ സാധനം എന്നാ അത് കളിക്കും. അത് കളിക്കാൻ പാട്ട്. ഞാൻ ഫോൺ എടുത്തോണ്ട് റെഡിയാവും. റെഡിയാവും. നിന്റെ ഒക്കെ ചെറുപ്പത്തിലൊന്നും ഈ സിനിമാറ്റിക് ഡാൻസ് അല്ല, കൈകൊട്ടി കളിയാ. കണ്ട ഇതിനൊന്നും പിടിക്കില്ല. നീ കളിക്ക് സിനിമാറ്റിക്. ഓ സിനിമാറ്റിക് ഡാൻസിന് മുടിയൊക്കെ ഇങ്ങനെ ഇടണല്ലേ? വെറുതെ അല്ല ഈ ചക്കന്മാരൊക്കെ പെയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ കാക്കറി തലയായിട്ട് കിടക്കുന്നത്. ഇത് നല്ല മുടി. കളിച്ചോ നോട്ടെ. പാട്ട് വെച്ചെടുക്ക്. 1 2 3 നീ മുടി ബാക്കിൽ. അത് മതി. 1 2 3 സ്റ്റാർട്ട്. സൗണ്ട് ഇല്ല. സ്പീക്കർ എടുക്കായിരുന്നു നിനക്ക്. സ്പീക്കർ ഇത്ര ഉള്ളു ശബ്ദം. കുഴപ്പമില്ലല്ലോ. കളിച്ചോ
ആ തുടങ്ങി. ആ അടിപൊളി. കാലിക്ക് അപ്പൂപ്പ. മറ്റേത് അപ്പൂപ്പ മറ്റേതാളേ. ആ അതന്നെ. പാടാ പോണ പറ്റിയോ നീ വാ. ഞാൻ വരൂല. നീ പഠിക്ക് കളിക്ക് ബാ, നമുക്ക് കളിക്കാം. അതേമാതിരി കളിക്കും അടിക്കണേ. അതേമാതിരി കളിക്കും. Versus Alien.